കേരള PSCയിലെ അഴിമതികളും ക്രമക്കേടുകളും സംബന്ധിച്ച് പ്രസിഡൻഷ്യൽ റഫറൻസിന് വഴിയൊരുങ്ങുന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാഷ്ട്രപതിക്ക് PSC ക്രമക്കേട് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകുമെന്ന് ഉറപ്പായി. നിയമവിദഗ്ധരുമായി ഇത് സംബന്ധിച്ച് കൂടിയാലോചന നടത്തിയ ഗവർണർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതായാണ് സൂചന. ഈ ആഴ്ചയോടെ തന്നെ രാഷ്ട്രപതിക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. സുപ്രീം കോടതിക്കുള്ള പ്രസിഡൻഷ്യൽ റഫറൻസിനാണ് വഴിയൊരുങ്ങുന്നത്. ഭരണഘടനാ സ്ഥാപനമായ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ക്രമക്കേട് നടത്തുകയോ ചെയർമാനും അംഗങ്ങളും ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനം നടത്തിയാലോ നടപടിയെടുക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. ഗവർണർക്ക് നേരിട്ട് PSC ചെയർമാനെയോ അംഗങ്ങളെയോ പിരിച്ചുവിടാൻ കഴിയില്ല. രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയുടെ അന്വേഷണത്തിന് വിടാൻ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ഭരണഘടനാനുസൃതമായ വഴി. ഗവർണറുടെ റിപ്പോർട്ട് കിട്ടിയാൽ അന്വേഷണത്തിനായി സുപ്രീം കോടതിക്ക് രാഷ്ട്രപതി റഫർ ചെയ്യും. രാഷ്ട്രപതി അന്വേഷണത്തിന് റഫർ ചെയ്തു കഴിഞ്ഞാൽ ഗവർണർക്ക് ചെയർമാനെയും അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്യാം. സുപ്രീം കോടതി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിയാണ് ചെയർമാനെയും അംഗങ്ങളെയും പിരിച്ചുവിടുന്നത്. ഇതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് തന്നെയാണ് കേരളം നീങ്ങുന്നത് എന്നാണ് സൂചന. സംസ്ഥാന മുഖ്യമന്ത്രിക്കും പോലീസിനും ലഭിച്ച അതേ പരാതികൾ തന്നെ ഉദ്യോഗാർത്ഥികളും റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചവരും ഗവർണർക്കും സമർപ്പിച്ചിരുന്നു. ഇത് കൂടാതെ BJPയുടെ യുവജന സംഘടനയായ യുവമോർച്ച അടക്കം നിരവധി സംഘടനകളും വ്യക്തികളും ഗവർണർക്ക് പരാതികൾ സമർപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരും ലഭിച്ച നിരവധി പരാതികളിൽ ആസൂത്രണ ബോർഡിലെ ചീഫ് നിയമനം മാത്രമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. ഇടതുപക്ഷ നേതാക്കളുടെ ബന്ധുക്കളടക്കം ഇടം പിടിച്ച KAS പരീക്ഷ, PRDയിലെ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, പോലീസ് വകുപ്പിലെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് DYSP തസ്തിക തുടങ്ങിയവയിൽ അന്വേഷണം നടത്താനോ പരാതികൾ പരിഗണിക്കാനോ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ തയ്യാറായിട്ടില്ല. ഇക്കാര്യം യുവജന സംഘടനകളും രാഷ്ട്രീയ നേതാക്കളും ഗവർണർക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ PSC നടത്തിയ എല്ലാ ക്രമക്കേടുകളും അന്വേഷിക്കണമെന്നാണ് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. ജാർഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മുഴുവൻ PSC റാങ്ക് ലിസ്റ്റുകളും റദ്ദാക്കുകയും പ്രക്ഷോഭം ശക്തമാവുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഇക്കാര്യത്തിൽ കാര്യമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഗവർണർ പരാതിയിൽ ഇടപെടാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധനയിൽ ആസൂത്രണ ബോർഡ് ചീഫ് റാങ്ക് ലിസ്റ്റിൽ ഗുരുതരമായ പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നും അതിന്റെ പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചനയുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. PSCയിലെ 2 or 3 ഉന്നത ഉദ്യോഗസ്ഥരെയും ചെയർമാൻ MR ബൈജുവും 2 അംഗങ്ങളും ഉൾപ്പെടെയുള്ളവരും ക്രമക്കേടുകളിൽ പങ്കാളികളാണെന്നും ഉള്ള സൂചനയാണ് പുറത്തുവരുന്നത്. ആദ്യഘട്ടം എന്ന നിലയിൽ 3 ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനും അറസ്റ്റ് ചെയ്യാനുമാണ് സാധ്യത. ആഗസ്റ്റ് 10 മുതൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം PSC ഓഫീസിൽ ഒരാഴ്ചയോളം പരിശോധന നടത്തിയിരുന്നു. 20 അംഗ സംഘമാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ തുടർച്ചയായി ഓഫീസിലെ രേഖകളും സംവിധാനങ്ങളും പരിശോധിച്ചിരുന്നത്. ഓൺ സ്ക്രീൻ മാർക്ക് നടപടികൾക്ക് ഉപയോഗിച്ച കമ്പ്യൂട്ടറുകൾ അടക്കമുള്ളവ അന്വേഷണ സംഘം പരിശോധിച്ചു. പുനഃപരീക്ഷാ നടത്തിപ്പിന് ഉപയോഗിച്ച സെർവറുകളും കമ്പ്യൂട്ടറുകളും അടക്കം പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തതായി അറിയുന്നു. ആസൂത്രണ ബോർഡിലെ ചീഫ് നിയമനത്തിൽ ഇടത് സർവീസ് സംഘടനാ പ്രവർത്തകനായ അരുൺ J. പ്രതാപിന് 1ാം റാങ്ക് ലഭിക്കാൻ മൂല്യനിർണ്ണയത്തിൽ ഗുരുതരമായ ക്രമക്കേട് നടത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തി. മൂല്യനിർണ്ണയം ശരിയായ രീതിയിൽ നടത്തിയിരുന്നെങ്കിൽ റാങ്ക് പട്ടികയിൽ പോയിട്ട് അഭിമുഖത്തിൽ പോലും അരുൺ ഉൾപ്പെടില്ലായിരുന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. പരീക്ഷയിൽ വളരെ കുറഞ്ഞ മാർക്ക് നേടിയ അരുണിന് 1ാം റാങ്ക് കിട്ടാൻ ആസൂത്രിതമായി ക്രമക്കേട് നടത്തി. അരുൺ ഉത്തരം എഴുതാതിരുന്ന 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കിയെന്ന് SIT കണ്ടെത്തി. മറ്റുദ്യോഗാർത്ഥികൾ ഈ ചോദ്യങ്ങൾക്ക് എഴുതിയ ഉത്തരം പരിഗണിച്ചതേയില്ല. ഇതുവഴി മുന്നിലെത്തിയ അരുൺ അഭിമുഖത്തിന് ശേഷം തയ്യാറാക്കിയ റാങ്ക് പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തുകയായിരുന്നു. മൂല്യനിർണ്ണയത്തിന്റെ ചുമതല വഹിച്ചിരുന്ന സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി റാങ്കിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് ഉണ്ടാകും എന്നുറപ്പായിട്ടുണ്ട്. 1ാം റാങ്ക് കിട്ടിയ അരുൺ J. പ്രതാപിന് റാങ്ക് കിട്ടാൻ വേണ്ടി 9 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം ചെയ്യാതെ വിട്ടതും
റാങ്ക് പട്ടികയിൽ തിരിമറി നടത്തിയതും ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം നടക്കില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ക്രമക്കേടിലെ രാഷ്ട്രീയ ബന്ധം കൂടി പുറത്തു വന്നാൽ PSC ചെയർമാനും അംഗങ്ങൾക്കും കുരുക്കാകും എന്ന് തന്നെയാണ് സൂചന. ഇതിനൊപ്പമാണ് ഗവർണർ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനും സുപ്രീം കോടതിയിലേക്ക് പ്രസിഡൻഷ്യൽ റെഫറൻസിനും ഉള്ള നടപടികൾ എടുക്കുന്നത്. പ്രസിഡൻഷ്യൽ റെഫറൻസ് ഉണ്ടായാൽ മിക്കവാറും CBI അന്വേഷണമോ NIA അന്വേഷണമോ പോലും ഇക്കാര്യത്തിലും ഉണ്ടായേക്കുമെന്നാണ് സൂചന. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.